കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. തൃക്കൂർ പഞ്ചായത്ത് 16-ാം വാർഡിൽ കല്ലൂർ നായരങ്ങാടി സ്വദേശി 49 വയസ്സുള്ള മണക്കാട്ടുപടി ജയനാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. സ്വർണ്ണപ്പണിക്കാരനായിരുന്ന ജയൻ 2 വർഷമായി കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലാണ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലുമായിരുന്നു ചികിത്സകൾ. പിന്നീട് അസുഖം ഭേദമാകാതായതോടെ അമൃത ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടി. ഇടയ്ക്ക് നേരിയ പ്രതീക്ഷകൾ നൽകിയെങ്കിലും ഇപ്പോൾ രോഗം കൂടുതൽ മൂർച്ഛിച്ചതോടെ കരൾ മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴിയെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭാര്യയും +2-ലും 9-ലും പഠിക്കുന്ന 2 മക്കളും അടങ്ങിയ കുടുംബത്തിന്റെ ഏക ആശ്രയമായ ജയന്റെ ചികിത്സാ ചിലവുകൾ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. കുറേ നാൾ ജോലിയില്ലാണ്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായി. അതിൻ്റെ ഇടയിൽ സുഖമില്ലാതായിട്ട് ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. അവർ 2-2.5 മാസത്തോളം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞു, ആൾ വളരെ സീരിയസ് ആയ അവസ്ഥയിലേക്ക് പോണത്, രോഗം കുറയുകയില്ല, കൂടുകയാണ്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ചികിത്സ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവരിവിടെ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞില്ല, അവർ പറയാൻ പറ്റില്ല, അതുകൊണ്ട് അവർ പറഞ്ഞില്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കി നമ്മൾ മാറണമല്ലോ. അപ്പം നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒപ്പിയിൽ വന്ന് കയറി. നമ്മൾ നോക്കുമ്പോൾ 5 മണിക്കൂറോളം ലൈനിൽ നിന്ന് ഡോക്ടറെ കണ്ടു നോക്കിയപ്പോൾ ഡോക്ടർ പിന്നെ പറഞ്ഞത് 2 ആഴ്ചത്തേക്ക് മരുന്ന് എഴുതി തന്നു. പിന്നെ ഒരു എൻഡോസ്കോപ്പിക്ക് എഴുതി തന്നപ്പോൾ തന്നെ 3 മാസം 7 ദിവസത്തെ ഗ്യാപ്പിലാണ് എൻഡോസ്കോപ്പി. ഇത്രയും 99% ലിവർ പോയൊരവസ്ഥയുള്ള ഒരാൾക്ക് ഇത്രയും ടൈം കിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വല്ലാത്തൊരു അപകട നിലത്തിലേക്ക് പോകണം. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയും പേഷ്യൻ്റ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം. അത് പിന്നെ അമൃതയിലേക്ക് കൊണ്ടുപോയത് പൈസ ഉണ്ടായിട്ട് പോയതല്ല. അമൃതയിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചൊരു ഡോക്ടറെ കാണുന്നതിന് 600 രൂപയാണ് ഒരു ഫീസ് കൊടുക്കേണ്ടത്. അത് കൈ പിടിച്ചിട്ടാണ് സത്യം പറഞ്ഞ പോയത്. എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ആളെ സർജറിയാണ് കണ്ടത്. അപ്പോൾ ആള് പറഞ്ഞു, ഈ നിലയിൽ നോക്കിയിട്ട് സർജറി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ പക്ഷെ അവിടെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരും SSLC ഗ്രൂപ്പിലെ ആളുകളും നമ്മുടെ ബന്ധുക്കൾ അവരൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ട് ആ ഒരു ദിവസം തന്നെ ഒരു 10,000 രൂപ അവർ അയച്ചു തന്നു. അവിടെ നിന്ന് ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് 22 ലക്ഷം, അന്ന് 25 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് സർജറിക്ക്. ഒരു 15 ദിവസത്തെ അവിടത്തതിന് വേണ്ടി. പുറത്ത് കഴിയുന്ന വേറെ പൈസ വേണ്ടി വരും. അതിനുശേഷം ഈ ഡോക്ടർക്ക് എന്തോ തോന്നിയിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തെ ഒരു ഡോക്ടർ ഉണ്ട്, അയാൾ ചികിത്സിക്കുന്ന ആളാണ്, അയാളൊന്ന് പോയി കണ്ടോളൂ, ഒരു പക്ഷേ സർജറി ഇല്ലാണ്ട് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഡോക്ടറെ കണ്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നമ്മളോട്, ഞാൻ ശ്രമിക്കാം, സർജറി ഇല്ലാതെ പറ്റുമോ നോക്കാന്ന് പറഞ്ഞു. വീടുപണിക്കായി സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പാ തുക കുടിശ്ശികയായതിനെ തുടർന്ന് പാതി പണി പൂർത്തിയായ വീട് ജപ്തി ഭീഷണിയിലാണ്. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ചവരുടെ കൂട്ടായ്മയുടെയും സഹായത്തോടെയാണ് ഇതുവരെയുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 40 ലക്ഷം രൂപയാണ് ആവശ്യം. ജയന്റെ കുടുംബത്തെ സഹായിക്കാനായി തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, KK രാമചന്ദ്രൻ MLA എന്നിവർ രക്ഷാധികാരികളായും വാർഡ് മെമ്പർ അനു പനങ്കൂടൻ ചെയർമാനായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 16-ൽപ്പെട്ട കുടുംബമാണ് ജയന്റേത്. അദ്ദേഹത്തിന് ലിവർ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. 2 കുഞ്ഞു മക്കളാണ്. വീടാണെങ്കിൽ ജപ്തി ഭീഷണിയിലാണ്. എല്ലാ ഉദാരമതികളും അവർക്ക് ആവശ്യമായ ഫണ്ട് തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂണിയൻ ബാങ്കിന്റെ കല്ലൂർ ശാഖയിൽ 0096 2101 000087 എന്ന അക്കൗണ്ട് നമ്പറിലോ 773607 എന്ന GPay നമ്പറിലോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കല്ലൂർ നായരങ്ങാടി സ്വദേശി മണക്കാട്ടുപടി ജയൻ എന്ന ഗൃഹനാഥൻ. ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം പണിതീരാത്ത ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന വീട്ടിലാണ് ഇവരുടെ താമസം. ഈ കുടുംബത്തെ സഹായിക്കാൻ ഉദാരമതികൾ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.